എന്തായാലും ഒരു കറുത്ത ആൾ മേക്കപ്പ് ചെയ്ത് കയറുമ്പോൾ അയാൾക്കറിയാം. കാരണം ഞാൻ വെളുത്തിരുന്ന് കയറണം, എന്നാലേ എൻ്റെ ഡാൻസ് നന്നാവുള്ളൂ എന്ന് അയാൾക്കുള്ളിൽ അയാളുടെ സ്വയം തോന്നൽ കൊണ്ടാണ് അയാൾ കയറുന്നത്. കഴിഞ്ഞ തവണ ജഡ്ജ്മെൻറ്റിന് പോയപ്പോൾ എനിക്ക് നേരെ ഉണ്ടായ അനുഭവം എനിക്ക് നല്ലോണം അറിയാം. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ അറിയാം, ഞാൻ പേര് പറയുന്നില്ല കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാൾ. ആ ആള് ജഡ്ജ്മെൻറ്റിന് ചെല്ലുന്നതിൻ്റെ തലേന്ന് രാത്രി വിളിച്ചിട്ട് പറയാ, എൻ്റെ കുട്ടി കളിക്കുന്നത് ഇന്ന ഡാൻസാണ്, ഇന്ന കോസ്റ്റ്യൂമാണ്, ആ കുട്ടിക്ക് ഫസ്റ്റ് വേണം, എന്തായാലും ഫസ്റ്റ് ഇടണം ആ കുട്ടിക്ക് ഇടാവുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. കറുപ്പ് വെളുപ്പെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും ഒരേ ലെവലിൽ വെള്ളപ്പൊക്കി ഇടിക്കുന്നു? കാരണം ഭരതനാട്യത്തിന്റെ ആയാലും കുച്ചിപ്പുടിയുടെ ആയാലും നമ്മള് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടിനെ തിരിച്ചറിയാൻ പറ്റില്ല. സ്വന്തം കുട്ടിനെ തിരിച്ചറിയാൻ ഒത്തിരി പണിയുണ്ട്. കാരണം അവരെല്ലാം ഒരേ ഇരുന്ന പോലെ ഇരിക്കും. അപ്പൊ അതിൽ ഏതാ കറുത്ത കുട്ടി വെളുത്ത കുട്ടി എന്നില്ല. അന്ന് കറുത്ത കുട്ടിനെ ബ്രൈഡൽ രീതിയിൽ കറുപ്പ് ചെയ്യുമ്പോൾ അവർ അതേ രീതിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. പ്രശസ്ത നർത്തകരും നൃത്ത അധ്യാപകനുമായ ഡോക്ടർ ജയറാം രവി സാറാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഒരുപാട് നൃത്തവേദികളിൽ ഇതിനോടകം നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ശിഷ്യസമ്പത്തുള്ള ആളാണ്. എത്ര നാളായി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നു? ഈ മേഖലയിൽ ഇപ്പോൾ ഞാൻ ഒരു 27 വർഷത്തോളമായിട്ടുണ്ട് പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നതുമായിട്ട്. എങ്ങനെയായിരുന്നു ഡാൻസിലേക്കുള്ള ഒരു അല്ലെ നൃത്തത്തിലേക്കുള്ള ഒരു എൻട്രിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ചെറുതിലെ തന്നെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അമ്മയായിട്ടാണ് ഒരു ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുന്നത്. പിന്നെ അവിടെ പഠിച്ചു അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്കൂളുകളിലെ മത്സരങ്ങളിലേക്കായി. 4ാം ക്ലാസ് മുതൽ ഞാൻ സ്കൂൾ കോമ്പറ്റീഷനുകളിൽ മത്സരിക്കുന്നുണ്ട് എല്ലാ ഐറ്റങ്ങൾക്കും. സർ, ഇപ്പം വേറൊരു കാര്യം, നൃത്തത്തിൽ പല ശൈലികളുണ്ട്, വ്യത്യസ്തമായ പല ശൈലികളുണ്ട്. അപ്പം സാർ പിന്തുടരുന്ന ശൈലി ഏതാണ് നൃത്തത്തിൽ? ഞാൻ ആദ്യം ചെയ്തിരുന്നത് കലാക്ഷേത്ര ബാണിയിലായിരുന്നു. ഇപ്പോൾ ഓരോ ഡാൻസുകൾ ചെയ്യുമ്പോൾ പല ശൈലികളും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വഴവൂർ ശൈലി, പന്തനല്ലൂർ രീതി, അങ്ങനെ എല്ലാ രീതികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. ഇപ്പോൾ ഇതിലേക്കൊക്കെ വരുമ്പം ഈ ഓരോ ശൈലികളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്കിത് കണ്ടാൽ ചിലപ്പം തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാവരും ഭരതനാട്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം കൂടുതൽ കേരളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ നൃത്ത അധ്യാപകരെ ചൂസ് ചെയ്യുന്ന രീതി ഏതാണ്? എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പം കുട്ടികളുടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നൃത്തരംഗത്തേക്ക് വരുന്നുണ്ടല്ലോ, അവരുടെ മാതാപിതാക്കൾക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് അതിൽ ഏത് രീതിയാണ് നമ്മളിപ്പം നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി? അതിലേതാണ് ആളുകൾ കുറച്ചുകൂടെ കൺവേ ആവുന്നത്? ഓരോന്നും ഓരോ കഥകളാണല്ലോ പലപ്പോഴും പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. അത് കൂടുതലും ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളത് മൊത്തം അവർ ചെയ്യുന്ന കലാക്ഷേത്ര ബേസ് ചെയ്തിട്ടാണ് ഡാൻസുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കലാക്ഷേത്രയ്ക്കൊരു പക്ക സ്റ്റേൺ ആയിട്ടുള്ളൊരു രീതിയുണ്ട്. അപ്പൊ അതാണ് ആളുകൾ കൂടുതൽ ഇപ്പോൾ കോമ്പറ്റീഷൻ ആയാലും അല്ലാതെ പ്രോഗ്രാമുകൾക്കും ആളുകൾ ചെയ്യുന്നത്. പക്ഷെ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല അതിനോട്. കാരണം ഒരു വേദിയിൽ നൃത്തം ചെയ്യുമ്പോൾ അത് അറിയാവുന്നത്, അതായത് ക്ലാസിക്കൽ ഡാൻസ് അറിയാവുന്നവർ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ കാണാനായിട്ട്, ആസ്വാദകരിൽ. ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരായിരിക്കും. ഈ ആളുകൾക്ക് ഈ ശൈലികളെ കുറിച്ചോ രീതികളെ കുറിച്ചോ അറിയില്ല. അപ്പോൾ ഒരു ഒട്ടുമിക്കവർക്കും കഥ പോലും അറിയണ്ടാവില്ല. പക്ഷേ നമ്മൾ ആ ശൈലികളിൽ മാറ്റം കൊടുത്ത് കുറച്ചൊന്ന് ചെയ്താൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം അതിനോടുള്ളത്. കാരണം ഏത് രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ കൊടുക്കണം, അല്ലാതെ ഒരു രീതി മാത്രമാണ് എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഇപ്പോഴും യൂത്ത് ഫെസ്റ്റിവലുകളാണെങ്കിൽ പോലും അവര് കലാക്ഷേത്ര അല്ലെങ്കിൽ RLV അങ്ങനെയുള്ള ശൈലിയാണ് നോക്കുന്നത്. RLVയിൽ പഠിപ്പിക്കുന്ന കുട്ടി അല്ലെങ്കിൽ RLV ഒരു മാഷിന്റെ കുട്ടി അല്ലെങ്കിൽ കലാക്ഷേത്ര എന്നുള്ളൊരു കുട്ടി ആണെങ്കിൽ ആ കുട്ടിക്ക് പ്രൈസ് എന്നുള്ളതേ ഉള്ളൂ. വേറൊരു ബാണികൾക്ക് അവര് വാല്യൂ കൊടുക്കുന്നില്ല. അതൊരു മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ച്. സാർ പിന്തുടരുന്ന രീതി ഏതാണ്? ഇതില് ഈ പല ശൈലികളുണ്ട് നമ്മളിപ്പം പറഞ്ഞു. അതിൽ സാറ് ഫോക്കസ് ചെയ്യുന്ന ഒരു ശൈലി ഏതാണ്? കാരണം കോമ്പറ്റീഷനുകൾക്ക് കലാക്ഷേത്ര രീതിയിൽ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കാരണം നമ്മളുടെ ഇവിടെ അത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ. അല്ലാതെ കാരണം ഒരു കുട്ടിക്ക്
കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ചിലവുകളുണ്ട്. അതായത് ഐറ്റത്തിന്റെ ക്യാഷ് മാറ്റിയാൽ ഈ ഓർണമെന്റ്സ്, ഡ്രസ്സ്, മേക്കപ്പ് ഇതിനൊക്കെ ഒരു അത്യാവശ്യം ചിലവ് വരും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത്തിരി ഹെവിയാണ് ആ എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ടിൽ അവർ വരുമ്പോൾ നമ്മൾ വേറൊരു ബാണിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടില്ല. ആളുകൾ കാണുന്നവർ പറയും നന്നായി കളിച്ചു, ഏറ്റവും അടിപൊളിയായിരുന്നു, ഫസ്റ്റ് കിട്ടിയ കുട്ടിയേക്കാൾ ഒരുപടി മുന്നിൽ എന്നൊക്കെ പറയും. എനിക്ക് അനുഭവം ഉള്ളതാണത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ ആ ഒരു കലാക്ഷേത്ര എന്നുള്ളൊരു ഇതിന്റെ ബേസ് ചെയ്തിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴും നമ്മളുടെ നാട്ടിൽ കാണുന്ന ഒരു കാര്യമാണ്, കൊച്ചു സംഗീതമായാലും നൃത്തമായാലും ഒക്കെ ഒരു 4 വയസ്സ് മുതലേ പഠിപ്പിക്കും. കാരണം ബുദ്ധി ഉറയ്ക്കുന്ന പ്രായത്തിൽ ഇതൂടെ ഇൻജെക്ട് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. ശരിക്കും 4 വയസ്സ് മുതലാണോ ഒരു കുട്ടി, അല്ലെങ്കിൽ കുഞ്ഞിന് ബുദ്ധി ഉറച്ചു തുടങ്ങുന്ന സമയം മുതലാണോ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഒരു സംഗീതമൊക്കെ അഭ്യസിച്ച് തുടങ്ങേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത്? ഇപ്പൊ അതിന് പല മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ പ്രായപരിധിയല്ല ഈ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെയ്യുന്നതെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇൻജെക്ട് ചെയ്യുകയാണ്. കാരണം ചെറുതിലേ മുതൽ അത് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് അവരതിലേക്ക് ആക്കുക. പക്ഷെ ഈ ചെറുതിലേ തുടങ്ങി കളിക്കുന്ന കുട്ടികളിൽ എത്ര പേര് ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നൊന്ന് നോക്കേണ്ടതുണ്ട്. ഒരു 50 കുട്ടികൾ ചെറുതിലേ തുടങ്ങി ഞാൻ പഠിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ എത്ര പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നു? വളരെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. എന്നാൽ ഈ സമയത്ത് പ്രായം കഴിഞ്ഞ് പ്രാക്ടീസിന് വരുന്നവരുണ്ട്. ഇപ്പൊ അമ്മമാരടക്കം ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഒരിക്കലും പഠിക്കാതെ പ്രായമായിട്ടൊരു ആഗ്രഹത്തിന്റെ ബേസിൽ പഠിക്കുന്നവർ. അപ്പോൾ പ്രായം എന്നതല്ല, മനസ്സിന്റെ ആഗ്രഹം പിന്നെ ചെയ്യാനുള്ള കഴിവ്, ഇത് രണ്ടുമാണ് അതിന്റെ. ഇപ്പൊ അതുമായിട്ട് കൂട്ടിയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പലപ്പോഴും നമ്മൾ ഒരു താളബോധം ഇതിന് ആവശ്യമായൊരു ഘടകമാണ്. സംഗീതം പഠിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒരു നർത്തകൻ അല്ലെ ഒരു നർത്തകി എന്ന രീതിയിൽ സംഗീതത്തിന്റെ ബേസ് കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ സംഗീതത്തിന്റെ ബേസ് അറിഞ്ഞിരുന്നാൽ കുറേയും കൂടെ ഉപകാരമായിരിക്കും. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം സംഗീതം അറിയാത്ത ഒരാൾക്ക് ആ ഡാൻസിന്റെ ഫീൽഡിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് അയാൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം പിടിക്കും. ഇപ്പോൾ നമ്മൾ മുമ്പേ നേരത്തെ ശൈലികളുടെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ നമ്മൾക്ക് ഒരു അധ്യാപകനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഒരു നൃത്തം അഭ്യസിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇംപ്രവൈസ് ചെയ്യാൻ ഒരുപാടുണ്ടാവും അല്ലേ? ഒരു കഥ അല്ലെങ്കിൽ ഒരു വർണ്ണം എടുക്കുകയാണെങ്കിൽ അതിൽ ഇംപ്രവൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതിൽ ഇംപ്രവൈസ് ചെയ്യാനായിട്ട്, സ്വന്തമായി ഇംപ്രവൈസ് ചെയ്യാനായിട്ട് ഏത് ശൈലിയായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ അത് സാധ്യത ഏതിനായിരിക്കും? സാർ പറഞ്ഞല്ലോ 3-4 ശൈലികൾ. അതെ, അത് എനിക്ക് തോന്നുന്നത് ശൈലിയേക്കാൾ കൂടുതൽ നൃത്തത്തില് നാട്യധർമ്മി, ലോകധർമ്മി എന്ന് പറഞ്ഞ 2 രീതികളുണ്ട്. അതായത് അഭിനയം നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ടൈം എടുത്ത് കാണിക്കാനാണെങ്കിൽ ലോകധർമ്മിയാണ് അതിൽ പറ്റുക. കാരണം നാട്യധർമ്മി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നൊരു കൺജസ്റ്റഡ് ആവും. ഇപ്പൊ 2 വരിയിൽ തീർക്കണമെങ്കിൽ ആ 2 വരിയിൽ തീർത്തിരിക്കണം. പക്ഷെ ലോകധർമ്മി ആണെങ്കിൽ നമുക്കൊരു 4, 5, 6 വരിയിൽ ആ ഒരു കഥ കാണിച്ചാൽ മതി. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ചിട്ട് ലോകധർമ്മി എന്നൊരു കൺസെപ്റ്റിലാണെങ്കിൽ ഓഡിയൻസിനും കൂടെ അത് കുറച്ച് ഉപകാരം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റത്തെ വർണ്ണം, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാൻസിന്റെ വർണ്ണം എന്ന് പറയുന്നത് 10 മിനിറ്റ് അല്ല, ഒരു 3/4 മണിക്കൂർ, 1-1.5 അങ്ങനെ വരും ഒരു ടൈം, ഒരു വർണ്ണത്തിന്റെ. ആ അത്ര ടൈമുള്ള ഇതാണ് ഇവര് ചുരുക്കി ഒരു 10 മിനിറ്റ് ആക്കി ഈ വർണ്ണത്തിൽ വരുന്നത്. അപ്പോ അതിൻ്റെതായ കൂടുതലും അത് കോമ്പറ്റീഷനിലേക്കൊക്കെ വരുമ്പോൾ, ഇപ്പൊ നമ്മൾ യുവജനോത്സവ വേദികളിലേക്ക് വരുമ്പോൾ അവിടെ മനോധർമ്മം ഒന്നും കാണിക്കാനുള്ള ഒരു സാഹചര്യമില്ല. പക്ഷെ എങ്കിലും ചില വർണ്ണങ്ങളിൽ അവര് ആ ലൈൻസുകള് വരികളിൽ കൊടുത്തിട്ട് അഭിനയം കൂടുതലാക്കി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇടാം. അത് അതേപോലെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. കാരണം ചില കുട്ടികൾക്ക് സ്വതസിദ്ധമായി വരുന്നവരുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്താല് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ചിലവർ നമ്മൾ പറഞ്ഞ് നമ്മളാൽ പറയപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് ആ ഒരു രീതി വരില്ല. അത് വെച്ചിട്ടാണ് ഇപ്പൊ ജഡ്ജ്മെന്റിൽ വരുമ്പോഴും ആ മാർക്ക് വേരിയേഷൻ കുട്ടികൾക്ക് വരുന്നത്. സാറിന്റെ ഒരു തുടക്കകാലത്ത് അധ്യാപന രീതി എങ്ങനെയായിരുന്നു?
എൻ്റെ തുടക്കകാലം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് പഠിക്കുന്നത് ജയശ്രീ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്താണ്. ടീച്ചറിന്റെ വീട് തൃശ്ശൂരാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് ടീച്ചർ താമസിച്ചിരുന്നത്. അങ്ങനെ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് ചേരുന്നത്. ടീച്ചറിന്റെ അച്ഛൻ തരങ്കിണി എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. യേശുദാസിനെ വെച്ച് പാട്ട് ചെയ്തിരുന്നതാണ് ആള് മരിച്ചുപോയി. അവിടെ ഒരു രാജകുടുംബമാണ് അവര്. അപ്പോൾ ടീച്ചറിന്റെ വീട്ടിൽ തന്നെ അമ്മ പാട്ട് പഠിപ്പിക്കും, അനിയത്തി വയലിൻ, അങ്ങനെ അവര് 3 സ്ത്രീകളാണ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഡാൻസ് പഠനം ആദ്യമായിട്ട് തുടങ്ങിയത്. ദക്ഷിണ വെച്ച് ഫസ്റ്റ് അടവ് തുടങ്ങുന്നത്. പിന്നെ എൻ്റെ അരങ്ങേറ്റം ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അരങ്ങേറ്റം കഴിഞ്ഞു. ടീച്ചർ അവിടെ നിന്ന് സ്ഥിരമായിട്ട് മാറായിരുന്നു ആളെ തൃശ്ശൂർക്ക്. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നേരെ ടീച്ചറിൻ്റെ തന്നെ ശിഷ്യനായ ബേബി എന്ന് പറഞ്ഞ മാഷിൻ്റെ അടുത്ത് എത്തിച്ചു. മാഷിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് RLV ഷിബു മാഷിനെ പരിചയപ്പെടുന്നതും മാഷ് വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്നതും. പിന്നെ ഒരു 10ാം ക്ലാസ് വരെയും RLV ഷിബു മാഷിൻ്റെ കീഴിലായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വാസ്തവ നമ്പൂരിയുടെ അടുത്ത് ചേരുക ചെയ്തത്. ഇപ്പോൾ വാസ്തവ മാഷിൻ്റെ അടുത്ത് തന്നെയാണ് കൂടുതൽ. വാസ്തവ മാഷും മാഷിൻ്റെ വൈഫ് ജയശ്രീ ടീച്ചറും. ഇത്രയും ആളുകളാണ് എൻ്റെ ഗുരുക്കളായിട്ട് എനിക്കുള്ളത്. അപ്പം സാർ ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ശിഷ്യ സമ്പത്തുകളുണ്ടല്ലോ. അപ്പം സാർ എങ്ങനെയാണ് അവരിൽ നിന്ന് കിട്ടിയ എന്ത് കാര്യമാണ് സാർ ഇവിടെ സാറിൻ്റെ ശിഷ്യ സമ്പത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്? കാരണം നൃത്തത്തിൻ്റെ രീതികൾ അതേപോലെ ചെയ്തു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ഗുരുക്കന്മാരിൽ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ രീതികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞാൽ ഇത്ര ആളുകളുള്ളത് കൊണ്ട്, കാരണം ചിലവർ വളരെ കൂളായിട്ട് ഇടപെടുന്നവരാണ്, ചിലവർ കുറച്ച് റഫാണ്. അപ്പോൾ എനിക്കതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തത് കൂളായിട്ടുള്ള രീതിയാണ് ചെയ്തത്. കാരണം ഒരിക്കലും നൃത്തം, സംഗീതം എന്നൊക്കെ പറയുന്ന കലകളാണ്. അതൊരിക്കലും നമ്മൾ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ അവരെ കമ്പൽ ചെയ്ത് ചെയ്യരുത്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവർക്ക് ചെയ്യാൻ കഴിയുന്നത് വരെ ചെയ്ത് പിന്നെ അതിൽ അവർ റെഡിയാക്കി എടുക്കുക, അങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം അവരിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും കുട്ടികളുടെ അടുത്ത്, കാരണം എൻ്റെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അറിയാം. കാരണം അവർ പറയും, ഒരു അമ്മമാർ തന്നെ പറയും, എന്തെങ്കിലും ഒന്ന് തല്ലെങ്കിലും ചെയ്യൂ, പിണങ്ങെങ്കിലും ചെയ്യൂ. പക്ഷെ പിണങ്ങാതെ തന്നെ അവർക്കത് വരാൻ കഴിയണം, എന്നാൽ മാത്രം അത് ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് പറയാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ സർ ഇപ്പം ഒരുപാട് ഇപ്പം നമ്മൾക്ക് മുൻപ് നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു കാലഘട്ടം ഒരു 10-30 വർഷത്തിന് മുൻപൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ 1-2 കുട്ടികളൊക്കെ സംഗീതം അല്ലെങ്കിൽ നൃത്തം ഒക്കെ അഭ്യസിക്കുന്നവരുണ്ടാവുള്ളൂ, കഴിവുള്ളവരെന്ന് പറയുന്ന ആളുകളുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒട്ടുമിക്ക എല്ലാ കുട്ടികളും ആഗ്രഹത്തിൻ്റെ പേരിൽ വരുന്നവരുണ്ട്, കഴിവിൻ്റെ പേരിൽ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരു ലൊക്കാലിറ്റി എടുക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം പിള്ളേരും സ്കൂളിങ് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ഇതും ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിന് തന്നെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. ഈ ഓൺലൈൻ നൃത്ത പഠന രീതിയോടുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഓൺലൈൻ നൃത്ത പഠന രീതി എപ്പോഴും ഒരുവിധം, അതായത് നല്ലോണം പഠിച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് മാത്രം നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുത്താലേ അതിൽ ഗുണമുള്ളൂ. കാരണം അവർക്ക് ബേസ്മെന്റ് കറക്റ്റായിട്ട് വന്നേക്കുന്നവരാണ്. ഒരിക്കലും ബേസ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഓൺലൈൻ കൊടുത്താൽ അതൊരിക്കലും കറക്റ്റ് രീതിയിൽ വരില്ല. കാരണം നമ്മളൊരു സ്റ്റെപ്സ് കാല് വെക്കുമ്പോൾ അതിൻ്റെ ആ ഫോഴ്സ്, അതിൻ്റെ രീതി നമുക്ക് ലൈവായിട്ട് കാണുമ്പോൾ ഓക്കെയാണ്. ഓൺലൈനിൽ അവര് കാല് വെക്കുന്നു മാത്രമേ നമ്മൾ കാണുള്ളൂ. അതിന്റെ ഫോഴ്സ് എന്താണ്, അവർ ചവിട്ടുന്നുണ്ടോ, എന്താ ചെയ്തിരിക്കണേന്ന് നമുക്ക് സൗണ്ടിൽ കൂടെ ഒന്നും വ്യക്തമാവില്ല. അപ്പോൾ അത് അവരങ്ങനെ ശീലിച്ചു പോയാൽ അതേ രീതിക്ക് തന്നെ അവര് ഫോർവേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അത് ഒരു ഐറ്റം ആകുമ്പോൾ അവരങ്ങനെ തന്നെ കളിക്കുള്ളൂ, അല്ലാതെ ചെയ്യില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് പറയാം, വെക്കുവോ ചവിട്ടു എന്ന് പറയാമെന്നല്ലാതെ കൊച്ചുകുട്ടികളുടെ അടുത്ത് നടക്കില്ല. ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവരുടെ അടുത്ത് ഓൺലൈൻ നോക്കിയാണ്, കാരണം അവർക്ക് മനസ്സിലാവും, ബേസ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഓക്കെയാണ്. വേറൊരു ചോദ്യം, അതായത് മെയിൽ ഡാൻസറിനോടുള്ള ഒരു സമീപനം ഉണ്ടല്ലോ നമ്മളുടെ സമൂഹത്തിൽ. അതിൽ തന്നെ ഈ മെയിൽ ഡാൻസർമാരെ തന്നെ പലപ്പോഴും സ്ത്രൈണതയോട് ഭൂമിക്കാറുണ്ട്. ഇവരൊരു മെയിൽ ഡാൻസർ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ആദ്യം ചിന്തിക്കും, ഇപ്പോൾ ഇവന് സ്ത്രൈണത ഇവനിലുണ്ട് എന്ന് പലപ്പോഴും ഒരു മുദ്ര കുത്താറുണ്ട്. അല്ലെങ്കിൽ ഇവർ ശരിക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്ന സുഹൃത്തുക്കളൊക്കെ ഡാൻസ് കളിക്കുന്ന, നൃത്തം ചെയ്യുന്ന സുഹൃത്തുക്കളായിട്ടുള്ളവർ പറയാറുണ്ട്, ഇവർ സപ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. കോളേജുകളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കിടയിൽ പോലും എങ്ങനെയാണെങ്കിൽ ഇവൻ സ്ത്രൈണ സ്വഭാവമുള്ളവനായിരിക്കുമെന്ന് പറയാറുണ്ട്. ഇതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഞാനത് ഈ പറയുന്ന കാര്യം കുറേയൊക്കെ
ഈ ഡാൻസ് ചെയ്യുന്നവർ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും ഡാൻസ് പഠിക്കുന്നത് കൊണ്ട് വരുന്നൊരു സംഭവമല്ല. കാരണം ഡാൻസ് പഠിക്കുന്നവർ തന്നെ ഇഷ്ടംപോലെ നല്ല രീതിയിൽ നടക്കുന്നവരുണ്ട്. സ്ത്രൈണ സ്വഭാവം വരണമെന്നില്ല. പക്ഷെ കുറെ ആൾക്കാർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവർക്കൊരു സീക്കിംഗ് അറ്റൻഷനാണ്. വെച്ചാൽ ഒന്ന് ഇളകി നടക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറെ ആക്ഷൻ കാണിക്കുമ്പോൾ കുറെ ആളുകൾ നമ്മളെ നോക്കുന്നു, നമ്മളെ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അത് അവരുടെ ഇഷ്ടമാണ്, നമ്മൾക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്ക് പേഴ്സണലി അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അത് അവർ ചെയ്തതിൻ്റെ ഉള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണെന്ന് മുദ്ര കുത്തുന്നത് തെറ്റ് തന്നെയാണ്. കാരണം എല്ലാവരും അതല്ല. കാരണം ഡാൻസ് പഠിക്കുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ചിലപ്പോൾ വരാം, കാരണം അത് ഡാൻസിന്റെ അഭിനയ രീതി. കാരണം ഡാൻസിൽ കൂടുതലും നായികമാരും സഖിമാരെയും ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഒരു നായികനെ കാണിക്കുമ്പോൾ ഒരു മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ ഭാവം അവിടെ കാണിക്കണം. പക്ഷെ അത് കാണിച്ചു എന്ന് കരുതി ആ മെയിൽ ഒരിക്കലും ഫീമെയിൽ ആവുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. നൃത്തത്തിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്ന പദങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു കഥയുണ്ടാവും. അതിൽ കൂടുതൽ സ്ത്രീകളെ ആസ്പദമാക്കിയുള്ള കഥകളാണോ? ഇപ്പം നമ്മൾ സ്റ്റേജുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് യുവജനോത്സവ വേദികളിലൊക്കെ കാണാറുള്ള ഒരു കാര്യം, കൃഷ്ണനും രാധയും അല്ലെങ്കിൽ അമ്മയും മകനും തമ്മിൽ അവിടെ കൂടുതലും യശോദയുടെ ഒരു പാട്ടായിരിക്കും കൂടുതൽ അവിടെ ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൽ സ്ത്രൈണതയ്ക്ക് ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ? അതിലൂടെയാണോ ഈ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ഈ ഒരു സ്ത്രൈണതയെ പുരുഷന്മാരിത് ചെയ്യുമ്പോൾ സ്ത്രൈണതയോട് ഭൂമിക്കേണ്ടി വരുന്നതൊക്കെ? അതെ, അത് ഒരു കാരണമുണ്ട് അതിൽ. കാരണം ആ ഒരു ഡാൻസിൽ മെയിൻ റോള് അപ്പോൾ ലേഡിയാണ്. അപ്പൊ ആ ലേഡിയെ എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നോക്കും. അത് നോക്കിയുമ്പോൾ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ സിമ്പതി എമ്പതി എന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരാള് അതിലേക്ക് ആയി പോണതാണ്. ആയി പോകുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക്, ഇപ്പോൾ ആ ഐറ്റം തീരുന്നത് വരെ ഒരു പക്ഷേ നമ്മൾ ഉറക്കത്തിലും മൂണിലും എന്ന പോലെ ഫുൾ ടൈം അതിന്റെ ചിന്തയായിരിക്കും. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും ഇതായിരിക്കും ആലോചിക്കുക. ഇപ്പോൾ യശോദ പോകുന്നു എന്നുള്ളത് നമ്മൾ നടക്കുമ്പോൾ അറിയാതെ നമ്മളായി പോകും. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാതെ നമ്മളത് കഴിയുമ്പോൾ വിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരണം. അത് വരാൻ പലർക്കും പറ്റാതെ ആയി പോകാറുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇതിപ്പോ ഡാൻസ് പഠിക്കുന്ന ആളുകൾ, സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ ആളുകൾ, ചിലവര് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റെപ്സ് കളിക്കായിരിക്കും, സ്റ്റെപ്സിലാണ് തുടങ്ങുന്നത്. ആ ഒരു സ്റ്റെപ്സ് തുടങ്ങുന്നതിന്റെ ആ ഒരു ആവേശത്തില് വീട്ടിലെ പണി വരെ ചെയ്യും, മുറ്റടിക്കുമ്പോൾ വരെ സ്റ്റെപ്സ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ മൊത്തം നേരം അവർക്ക് കിട്ടാത്തൊരു സാധനം കിട്ടുകയാണ്. ഒരു കല എന്ന് പറയുന്ന സംഭവം അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ അത് കൂടുതൽ അവർ എക്സ്പ്ലോർ ചെയ്യും അന്നേരം. അപ്പോൾ അന്നേരം അവർക്ക് ചിലപ്പോൾ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ, ചില ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടൊക്കെ ഇരിക്കും, ഡാൻസേഴ്സ് അറിയാവുന്നവര്. കാരണം അവർ ആ ലോകത്തായിരിക്കും. അതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. ഇത്ര വർഷമായിട്ട് ഈ മേഖലയിൽ സർ നിലനിൽക്കുന്നു, വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഒരുപാട് നൃത്തവേദികളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആളുണ്ട്. അത് തോന്നിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. കാരണം പല സമയത്തും അത് എനിക്ക് മാത്രമെന്നല്ല, ഈ അംഗീകാരങ്ങൾ പലപ്പോഴും ഞാൻ കണ്ടിട്ട് എനിക്ക് ഉള്ള അനുഭവം വെച്ച് പറയാ, അതിന്റെ പിന്നിലേ പോകുന്നവർക്കാണ് കിട്ടുക. ഒരിക്കലും ഒരാളെ തേടി അംഗീകാരം വരുന്നത് വളരെ കുറവായിരിക്കും. ഒരു പക്ഷെ അയാൾ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും അയാളെ തേടി അംഗീകാരം വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു ക്യാഷ് ഉള്ളവനോ അല്ലാത്തവനോ അങ്ങോട്ട് പോയി വാങ്ങിക്കുന്നതാണ് അംഗീകാരങ്ങളായിട്ട് കിട്ടുന്നത്. എനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ആരെങ്കിലോടൊക്കെ കുറെ തവണ പറയുമ്പോൾ അവര് പറയണം ഇന്ന ആളുണ്ട് എന്നുള്ളത്. അല്ലാതെ ഇന്ന ആൾക്ക് ഇന്ന കഴിവുകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു സമൂഹം ഒരിക്കലും അയാൾക്ക് കൊടുക്കില്ല. അത് കിട്ടണമെന്ന് മിക്കപ്പോഴും മരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ഏറ്റവും അവസ്ഥയിലാവുമ്പോൾ മാത്രമാണ് അയാൾക്ക് കിട്ടുന്നത്. പിന്നെ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മളൊരു വിവാദപരമായ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, കറുത്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ പറ്റിയുള്ള ഒരു സംസാരം ഉണ്ടായി. അത് നൃത്തത്തോട് സാമ്യപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് കേരളത്തിൽ എല്ലാ ആൾക്കാരും ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിലൊക്കെ സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് ആ വിഷയത്തെ പറ്റി? ആ വിഷയം സൗന്ദര്യ സങ്കല്പം ഓരോരുത്തരുടെ ഇഷ്ടമാണ് ശരിക്കും. കാരണം കറുപ്പോ വെളുപ്പോ എന്നുള്ളതിനല്ല, പക്ഷെ ആ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് അതില്. കാരണം ഇപ്പോ കറുത്ത ഒരാളെ കുറ്റം പറയുമ്പോൾ അയാള് ശോഭിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, ഓക്കെ. പക്ഷെ ഈ പറയുന്ന ആള് മേക്കപ്പ് ഇല്ലാണ്ട് കയറും ഇല്ല. അപ്പൊ എന്താ, അപ്പൊ സ്വയം അയാൾക്ക് ആ ഒരു ചിന്തയില്ലേ? എന്തായാലും ഒരു കറുത്ത ആള് മേക്കപ്പ് ചെയ്ത് കയറുമ്പോ അയാൾക്കറിയാം, കാരണം ഞാൻ വെളുത്തിരുന്ന് കയറണം, എന്നാലേ എന്റെ ഡാൻസ് നന്നാവുള്ളൂ എന്ന് അയാൾക്കുള്ളിൽ അയാളുടെ സ്വയം തോന്നൽ കൊണ്ടാണ് അയാൾ കയറുന്നത്. അപ്പോ അയാളിൽ തന്നെ ആ സങ്കല്പം ഉണ്ട് അല്ല എന്നുള്ളത്. പിന്നെ അത് ഒരാൾ വിളിച്ച് പറയുമ്പോ അതിനെ
നമ്മൾ അങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും ഇപ്പൊ പണ്ട് കാലം ഡാൻസിലാണെങ്കിൽ പണ്ട് കാലം പോലെ മേക്കപ്പ് ഉണ്ട്, മേക്കപ്പ് ഇല്ലാതെ ഡാൻസ് കയറുന്നില്ല. ഇപ്പൊ കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ, പണ്ട് ഇത്രയും ഇല്ല. പക്ഷെ മേക്കപ്പ് ഉണ്ടെങ്കിൽ അത് അതിന്റെ എല്ലാ രീതികളും വരുള്ളൂ എന്നുണ്ട്. അപ്പൊ പിന്നെ മേക്കപ്പ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ അതിൽ ഏത് നിറം, വെളുത്തതായാലും കറുത്തതായാലും മേക്കപ്പ് ചെയ്ത് ഭംഗിയിലാക്കിയിട്ടാണ് കയറുന്നത്. അപ്പോൾ സൗന്ദര്യം ഒരു ഘടകമാണ് എങ്ങനെയായാലും. പിന്നെ ഇപ്പോഴത്തെ ഒരു യുവജനോത്സവ രീതിയുണ്ട്. ഈ യുവജനോത്സവ രീതിയിൽ ജഡ്ജ്മെന്റൽ സമ്പ്രദായമുണ്ട്. സാറിന് എന്താണ് ഇതേപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? അതായത് ഇത് ഈ 10 മിനിറ്റ് കൊണ്ട് വിലയിരുത്തപ്പെടേണ്ടതാണോ ഒരാളുടെ കഴിവ് എന്നുള്ളതൊരു ചോദ്യമല്ലേ? അതെ, അത് 10 മിനിറ്റിൽ ഒതുക്കി അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓൾറെഡി. പക്ഷേ ഈ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 പേരിരുന്നാണ് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്. അതിൽ തന്നെ കുറെ അപാകതകളുണ്ട്. ഒന്നുകിൽ ഇനി എൻ്റെ അഭിപ്രായത്തില് ഒന്നുകിൽ ഒരു ജഡ്ജാക്കുക, അതുപോലെ കൃത്യമായ രീതിയിൽ ജഡ്ജ്മെന്റ്. ഇപ്പൊ എനിക്ക് തന്നെ, ഞാൻ ജഡ്ജ്മെന്റിന് പോകുന്നൊരു വ്യക്തിയാണ്. എനിക്ക് കഴിഞ്ഞ തവണ ജഡ്ജ്മെന്റിന് പോയപ്പോൾ എനിക്ക് നേരെ ഉണ്ടായ അനുഭവം എനിക്ക് നല്ലോണം അറിയാം. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള് അറിയാം, ഞാൻ പേര് പറയുന്നില്ല കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാള്. ആ ആള് ജഡ്ജ്മെന്റിന് ചെല്ലുന്നതിന്റെ തലേന്ന് രാത്രി വിളിച്ചിട്ട് പറയാ, എൻ്റെ കുട്ടി കളിക്കുന്നത് ഇന്ന ഡാൻസാണ്, ഇന്ന കോസ്റ്റ്യൂമാണ്, ആ കുട്ടിക്ക് ഫസ്റ്റ് വേണം, എന്തായാലും ഫസ്റ്റ് ഇടണം ആ കുട്ടിക്ക് ഇടാവുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നല്ലോണം കളിക്കുന്ന കുട്ടി ഏതാണോ അതിന് ഞാൻ കൊടുക്കുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് എനിക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു ലോബി ഉണ്ട് ഓൾറെഡി. കാരണം ഈ ജഡ്ജസിനെ നേരത്തെ തീരുമാനിക്കുകയാണ് അവർ. ഇതിന്റെ ഇത് കൂടുമ്പോൾ തന്നെ ഇന്ന ആൾക്കാരെ ജഡ്ജ്മെന്റ് എന്ന് അറിയുമ്പോൾ അപ്പൊ തന്നെ ആ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കാൻ ആളുണ്ട്. അങ്ങനെ സ്വാധീനിക്കാൻ ആളുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കുട്ടികൾ കളിക്കണ്ടല്ലോ. ആ ഒരു കുട്ടി പോയി കളിക്കുക, സമ്മാനവും വാങ്ങിപ്പോരാ. ശരിക്കും അത് കുട്ടിയുടെ കഴിവെന്ന് ഞാൻ പറയില്ല. ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. ഒരു കടയിൽ നിന്ന് ഒരു കുട്ടിക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് അതുപോലെ കൊടുത്താൽ പോരെ. ബാക്കിയുള്ള കുട്ടികൾ ഇത്രയും ദിവസങ്ങൾ ചെലവഴിച്ച് ഇത്രയും പൈസ ചെലവഴിച്ച് ഈ ഒരു ഇതിനു വേണ്ടി നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സംഭവം ശരിക്കും അത് മാറണം. ജഡ്ജ്മെന്റ് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ അവർ യുവജനോത്സവത്തിന്റെ തലേന്നോ വല്ല നറുക്കിട്ട് എടുക്കുകയോ ഒരു 10-15 പേരുടെ പേരിട്ടിട്ട് നറുക്കിട്ട് അന്നേരം എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആള് വന്നിരുന്ന് ജഡ്ജ്മെന്റ് ചെയ്ത് പോയിക്കോട്ടെ. അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നല്ലോണം ഉള്ളവരെ പോലും ചീത്തയാക്കാനാണ് ഇതുപോലുള്ള ആളുകളുള്ളത്. കാരണം നേരത്തെ തന്നെ വിളിച്ച് പറയാ, ഇന്ന ആൾക്ക് ഫസ്റ്റ്, ഇന്ന ആൾക്ക് സെക്കൻഡ്, തേർഡ് ആർക്ക് വേണമെങ്കിലും കൊടുക്കും. തേർഡിന് പ്രശ്നമില്ല. തേർഡ് കൊടുക്കുമ്പോൾ പക്ഷെ ബി ഗ്രേഡ് ആയിരിക്കണം. കാരണം അപ്പീലും പോകരുത്. കാരണം സ്റ്റേറ്റ് വരെ എൻ്റെ കുട്ടി എത്തിയാൽ മതി. കാരണം അവര് ചില കുട്ടികൾ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഐറ്റം ഒരു കുട്ടിക്ക് ഞാനിപ്പോ മിനിമം ആ പാട്ട് വാങ്ങിക്കുന്നതിന്റെയും അതിന്റെ ബാക്കി എക്സ്പെൻസ് എൻ്റെ കൊറിയോഗ്രാഫിയുടെയും എല്ലാം കൂടി എടുത്തിട്ട് ഇപ്പൊ ഒരു 10 രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നതെങ്കിൽ അതേ ഐറ്റം ഞാൻ ഒരിക്കൽ ഒരു വേദിയിൽ കണ്ടത്, ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് ഞാൻ 10,000 രൂപയ്ക്ക് കളിക്കാൻ വന്നിരിക്കുന്ന കുട്ടി ആ ഐറ്റം തന്നിരിക്കുന്നത്, അത് 10,000 രൂപ തന്ന് പഠിച്ചു, അതിന്റെ കോസ്റ്റ്യൂം എല്ലാം ചെയ്ത് ആ കുട്ടി വന്നിരിക്കുന്നു. അതേ ഐറ്റം വേറെ കുട്ടി കളിക്കുന്നത് 75,000 രൂപ കൊടുത്തു. അപ്പൊ അവരുടെ അടുത്ത് ആ കുട്ടിയുടെ മാഷ് പറഞ്ഞിരിക്കണം ആ കുട്ടിക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ്. പക്ഷെ പാട്ട് വന്നപ്പോ രണ്ടും വന്നപ്പോ അവരാകെ ഞെട്ടി. കാരണം അവർ വെച്ച് ഇത് എന്റെ കുട്ടിക്ക് വേണ്ടി എഴുതിയ പാട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കുട്ടിക്ക് എഴുതിയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മൾ ഓൾറെഡി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് ആ പാട്ട് വേറെ മാഷിന്റെ ആളുടെ. അപ്പോ ഇതേ ഐറ്റം ഈ വാല്യൂ വരണത് 75 കൊടുത്തിട്ട് അപ്പൊ ആ കുട്ടിക്ക് പ്രൈസ് കിട്ടും. അതാണ് ആ ഒരാൾ പറയുന്ന കൺസെപ്റ്റ്. അപ്പൊ അധ്യാപകരിലും ഇത് വലിയ രീതിയിൽ അധ്യാപകരുടെ സീസൺ എന്ന് പറയുന്നത് ഒരുപക്ഷെ യുവജനോത്സവമാണെന്ന് വേണമെങ്കിൽ പറയാം. സീസണാണ്, പക്ഷെ ആ സീസണിൽ തന്നെ ഇഷ്ടംപോലെ പരിക്കേൽക്കുന്ന അധ്യാപകരും ഉണ്ട്. ഇതേപോലെ പ്രവൃത്തി ചെയ്യുമ്പോൾ ആളുകള് പെരുമാറും. കാരണം അത് പെരുമാറ്റം കിട്ടിയാൽ എനിക്ക് സങ്കടമൊന്നും തോന്നാറില്ല ആളുകളുടെ അടുത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടവന് കൊടുക്കണം, കൊടുത്താലേ ശരിയാവുള്ളൂ. ഇനിയെങ്കിലും ബാക്കിയുള്ള കുട്ടികളും വരണം. കാരണം കഴിവുള്ള കുറെ കുട്ടികളുണ്ട്. ഈ കഴിവുള്ളവർക്കൊന്നും പ്രാധാന്യമില്ല. അവസരങ്ങളില്ലാത്ത മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു ഐറ്റം പഠിക്കുന്നതിന് ഇത്രയും രൂപ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും പറ്റില്ല, അത് പറ്റില്ല. അങ്ങനെ ഒരുപാട് കുട്ടികൾ ചിലപ്പം എൻ്റെ സ്കൂളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഈ പൈസ ഇല്ല അതുകൊണ്ട് സ്റ്റേറ്റിലേക്ക് പ്രാവശ്യം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുട്ടികളുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ, സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഇതിനെ, ഈ ഒരു അവസ്ഥ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? മാറ്റിയെടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യമേ ജഡ്ജ്മെന്റിന്റെ ഇത് മാറ്റണം. എന്നാൽ മാത്രമേ, കാരണം ഫസ്റ്റ് പ്രൈസ് എൻ്റെ കുട്ടിക്ക് എന്നുള്ളത് ചില പാരൻസിന്റെയും കൂടെ
അവകാശമാണ്. കാരണം സൊസൈറ്റിയിൽ കാണിക്കണം എൻ്റെ കുട്ടിക്കാണ് ഫസ്റ്റ്. ചിലപ്പോൾ ആ കുട്ടി നന്നായിട്ട് കളിക്കാതിരിക്കില്ലെന്നല്ല, എങ്കിൽ പോലും അവര് അത്രത്തോളം ഇതായിട്ട് നിൽക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ജഡ്ജ്മെന്റിൽ ഒരു യാതൊരുവിധ കളി നടക്കില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് കിട്ടും. അതുപോലെ അപ്പീലും ഈ പറഞ്ഞ പോലെ നിർത്തലാക്കിയ കുറെയൊക്കെ സമാധാനം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറച്ചുകൂടെ ലീഗൽ തലത്തിലേക്ക് പോകുമ്പോഴാന്ന് തോന്നുന്നു അല്ലേ? ഇത് ലീഗൽ പോയാലും ഓക്കെ ആവുള്ളൂ, പക്ഷെ അതാവില്ല. അതിക്ക് മുന്നേ അതിനെ തടയിടാനായിട്ട് ആളുകൾ വേറെ വരും. സർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ സൗന്ദര്യ സങ്കല്പത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പം ഇതിപ്പം സാറ് പറഞ്ഞു മേക്കപ്പ് ചെയ്യാതെ ആരും സ്റ്റേജിൽ കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്തിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കലയെ സംബന്ധിച്ച് ഫീച്ചേഴ്സുകൾ ഒരു സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും കാണുക എന്നുള്ളതൊരു വലിയ ഘടകമല്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ മേക്കപ്പുകൾ ചെയ്യുന്നത്? അല്ലാതെ നമ്മളതിനെ കറുപ്പ് വെളുപ്പ് എന്നുള്ള രീതിയിലല്ലല്ലോ മേക്കപ്പ് ചെയ്യുന്നത് പലപ്പോഴും. അത് എങ്ങനെയാണോ? കറുപ്പ് വെളുപ്പ് എന്നുള്ള രീതിയിലല്ലെങ്കിൽ പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്താൽ പോരെ? എന്തുകൊണ്ട് എല്ലാവരും ഒരേ ലെവലിൽ വെള്ളക്കുത്തി അടിക്കുന്നു? കാരണം ഭരതനാട്യത്തിന്റെ ആയാലും കുച്ചിപ്പുടിയുടെ ആയാലും നമ്മള് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുട്ടിനെ തിരിച്ചറിയാൻ പറ്റില്ല. സ്വന്തം കുട്ടിനെ തിരിച്ചറിയാൻ ഒത്തിരി പണിയുണ്ട്. കാരണം അവരെല്ലാം ഒരേ അച്ചിലിരുന്ന പോലെ ഇരിക്കും. അപ്പൊ അതിൽ ഏതാ കറുത്ത കുട്ടി വെളുത്ത കുട്ടി എന്നില്ല. അന്ന് കറുത്ത കുട്ടിനെ ബ്രൈഡൽ രീതിയിൽ കറുപ്പ് ചെയ്യുമ്പോ അവർ അതേ രീതിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ സങ്കല്പം മാറിയില്ലേ? കാരണം നമ്മള് കറുപ്പ് കൊള്ളില്ല എന്നല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കറുത്ത കുട്ടികളെ മേക്കപ്പിന് ഏറ്റവും ഭംഗി കൂടുതൽ അവർക്കാണ്. വെളുത്ത കുട്ടിക്കല്ല, കറുത്ത കുട്ടിക്കാണ് ഭംഗി കൂടുതൽ. പക്ഷെ അവർക്ക് സ്വയം തന്നെ ഇതാണെന്ന് അവരും കരുതുന്നു, സമൂഹം കരുതിയിരിക്കുന്നുണ്ട്. അല്ലാതെ വേറെ കുഴപ്പം കൊണ്ടല്ല. സൗന്ദര്യത്തിന്റെ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. അവർ സ്വയം കരുതുന്നുണ്ട് ആളുകളും കറുത്ത കുട്ടി. കാരണം ഇപ്പോഴും കറുത്ത കുട്ടി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയുമ്പോൾ കറുത്ത കുട്ടി എന്ന് പറഞ്ഞിട്ടേ പറയുള്ളൂ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞാൽ പോരെ, പേര് പറയുന്നില്ല, കറുത്ത കുട്ടി എന്നല്ലേ പറയുള്ളൂ. കാരണം കറുപ്പ് ഇപ്പോഴും ആളുകൾക്കൊരു എന്താണെന്ന് അറിയില്ല, ഒരു ചോദ്യചിഹ്നമാണ്. അതെ, ഓരോരുത്തർ കാണുന്നതാണല്ലോ സൗന്ദര്യം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് കറുത്ത കുട്ടിയാലും വെളുത്ത കുട്ടിയാലും കളിക്കുന്നതിൽ എല്ലാ രീതിയിലും ഭംഗിയുണ്ടോ, ചെയ്യുന്ന അഭിനയം കറക്റ്റാണോ, അടവുകൾ കറക്റ്റാണോ എങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കണം. അന്നേരം കറുത്ത കുട്ടി എന്നുള്ളത് അല്ല പ്രശ്നം അവിടെ. അതെ. ഇപ്പൊ സാർ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ എങ്ങനെ ഈ സാധാരണ വീടുകളിൽ എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തണമല്ലോ. അപ്പോഴാണല്ലോ അതൊരു അതിനെയൊരു നമുക്ക് ഈക്വാലിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്നത്. കലയിലെ സമത്വം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കണമെങ്കിൽ അങ്ങനെയാണല്ലോ. ഇത് ഗവൺമെന്റ് തലത്തിൽ ഇപ്പം ഈ ഇങ്ങനെ കഴിവുള്ള കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കൊടുത്ത് ഒക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ? അതുണ്ടല്ലോ. സ്കൂളുകളിൽ അങ്ങനെ ഇല്ലല്ലോ. സ്കൂളുകളിൽ ഇപ്പൊ ഉണ്ട്, പക്ഷേ സ്കൂളുകളിലുണ്ട്. അത് പല സ്കൂളുകളിലും അവരത് പബ്ലിഷ് ചെയ്യുന്നില്ല. ഓൾറെഡി അങ്ങനെ ഒരു സ്കീം ഉണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടികളിൽ 3 കുട്ടികൾ അതേപോലെ സ്കൂളിൽ നിന്ന് തന്നെ, അവർ സ്കൂളിൽ നിന്ന് ഫോം കൊടുത്തേക്കണത് അവർക്ക് എവിടെ പഠിക്കുന്നു, ഏതാണ്, എത്ര വർഷമായി എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന്റെ ഫീസ് ഗവൺമെന്റിൽ നിന്നാണ് തരിക കുട്ടികളുടെ. പക്ഷെ അത് അങ്ങനെ ഒരു ഫോം ഉണ്ട്. പക്ഷെ അത് എത്ര സ്കൂളുകളിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ചോദിക്കുമ്പോൾ പാരന്റ്സിന് അറിയില്ല. അവർ പറയുമ്പോൾ സ്കൂളിൽ പറഞ്ഞിട്ടില്ല. ശരിക്കും സ്കൂളുകാർ വിചാരിച്ചാൽ അത് അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അവർക്ക്. അങ്ങനെയാകുമ്പോൾ കുറച്ച് കുട്ടികളെ നമ്മൾക്ക് അങ്ങനെയാകുമ്പോൾ കുറെ കുട്ടികൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഒന്നാമത്തെ കാര്യം ഫീസ് എല്ലാ മാസവും തരിക. കാരണം ഒരു സാധാരണക്കാരന് ഈ പറയുന്ന പോലെ എല്ലാ മാസം അവന് ഒരു ബഡ്ജറ്റിലായിരിക്കും പോവുക. അപ്പൊ ചിലപ്പോ ഒന്നും തരാൻ പറ്റിയില്ല എന്നിരിക്കും. അപ്പൊ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. പക്ഷെ ഇങ്ങനൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കിയാൽ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ കുട്ടികൾക്ക് പലർക്കും പഠിക്കാൻ കഴിയും. അതെ. അപ്പം ഈ കലാക്ഷേത്രയിലും കലാമണ്ഡലത്തിലുമൊക്കെ ഇതുപോലെ വേറൊരു കാര്യം, ഇപ്പം ധാരാളം ആൾക്കാർ കലാക്ഷേത്രത്തിലും കലാമണ്ഡലത്തിലൊക്കെ ഒരു ഇയർലി നമുക്ക് എടുത്താൽ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ട്. മുൻപ് സ്കൂളുകളിലൊക്കെ നൃത്ത അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, കലയ്ക്കും PT അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു വരും. ഇപ്പം ഈ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചു മുന്നേ ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മൾ പറയണ്ടായി, സീറ്റ് പലയിടത്തും ഫില്ലാവാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കലാമണ്ഡലത്തിലൊക്കെ സീറ്റ് അധികം കിടക്കുകയാണ് എന്നുള്ളൊരവസ്ഥ. അപ്പം അതിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അത് കുട്ടികൾ കുറവാകുന്നതിൻ്റെ ഒരു കാരണം ഇതിന് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണോ? അതായത് ഒരു കലാക്ഷേത്രത്തിലും കലാമണ്ഡലത്തിലും പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവളുടെ അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നീ നാട്ടിലൊരു സ്കൂൾ തുടങ്ങുക, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക. അതായിരിക്കും മിക്ക ആളുകളും ചെയ്തു വരുന്ന ഒരു കാര്യം. ഇതിനപ്പുറത്തേക്കൊരു ഒരു കരിയർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു ജോലി അല്ലെങ്കിൽ ഒരു സർക്കാർ തലത്തിൽ ഇവർക്കൊരു നിയമനം ഒന്നും ലഭിക്കുന്നില്ലല്ലോ പലപ്പോഴും. ഇല്ല. കാരണം
പറഞ്ഞ പോലെ സ്കൂളുകളിൽ ഓൾറെഡി ഡാൻസിന്റെ അല്ലെങ്കിൽ സംഗീതത്തിനൊക്കെ ടീച്ചേഴ്സിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. പക്ഷെ അവരെ നിയമിക്കുന്നത് വളരെ കുറവാണ്. അവരാരെയും വിളിക്കാറില്ല. പൊതുവെ അവർ ചെയ്യുക ആനിവേഴ്സറി വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ടീച്ചറെയോ അല്ലെങ്കിൽ സാറിനെയോ വിളിച്ച് ആ ആനിവേഴ്സറി ഒന്ന് ഭംഗിയാക്കും. അതിനപ്പുറത്തേക്ക് അവർ അതിനൊന്നും ചെയ്യില്ല. ഒരു പക്ഷെ ഇനിയിപ്പോ സർക്കാരിന്റെ ശമ്പളം തരാൻ പറ്റാത്തത് കൊണ്ടാണോ എന്താ, ഒരു അപ്പോയിന്റ്മെന്റ് നടത്തുമ്പോൾ ശമ്പളം ഇല്ലാണ്ട് അതിന് പോകാൻ നടക്കില്ല. കാരണം ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അതിന് കുറെ കടമകളുണ്ട് ഒരു സ്കൂളിൽ ചെയ്യുമ്പോൾ. കാരണം ആ ടീച്ചറിന് മറ്റുള്ള നമ്മൾ ഡാൻസ് ക്ലാസ്സിലെ ടീച്ചേഴ്സിനേക്കാളും റിസ്ക് കൂടുതലാണ്. കാരണം ഡാൻസ് ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടമുള്ളവർ വന്ന് ചേരുകയാണ്. സ്കൂളിൽ എന്ന് വെച്ചാൽ കൂടിപ്പോയ 10 കുട്ടികൾ ഒരു ഡാൻസിൽ ഇഷ്ടമുള്ളവരുണ്ടാവും. ബാക്കി 100 പേരും വെറുതെ കയറുന്നതാ. ഈ 100 പേരെ കളിപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവൻ മൊത്തം കളഞ്ഞാലേ നടക്കുള്ളൂ. അതെ, ഗ്രേസ് മാർക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുന്നത്. ഗ്രേസ് മാർക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് കുറെ കുട്ടികൾ. ഗ്രേസ് മാർക്ക് നിർത്തി കഴിഞ്ഞാൽ ആരും വരില്ല. പിന്നെ അതിനോട് ഇഷ്ടമുള്ള കുറച്ച് പേര് മാത്രം വരും. കാരണം ഈ ഗ്രേസ് മാർക്ക് കിട്ടിപ്പോയവരില് എത്ര പേര് ഇപ്പോഴും ഈ കണ്ടിന്യൂ ഉണ്ടെന്നുള്ളത് ഒരു പിടുത്തമില്ല. കാരണം ആ മാർക്കിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും മറ്റുള്ള കുട്ടികളെ തഴഞ്ഞ് കയറിപ്പോയവര് ഇപ്പൊ വെറുതെ അവരുടെ പ്രൊഫഷൻ എടുത്ത് അവര് പോയി. അപ്പൊ അവർ അന്നേരം കളഞ്ഞത് മറ്റൊരു നല്ല കുട്ടിയുടെ കരിയറാണ് കളഞ്ഞത്. കാരണം ആ കുട്ടി അതോട് ചിലപ്പോൾ നിർത്തിപ്പോകും. കാരണം എത്ര നന്നായിട്ട് കളിച്ചിട്ട് എനിക്ക് ഗുണമില്ല, പിന്നെ ഞാൻ എന്തിനാ കളിക്കുന്നത്. കാരണം ഒരുപക്ഷെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച്. അതെ, ശരിയാണ്. ഇപ്പം ഡാൻസ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും നാട്ടുപുറത്തുണ്ടാവുന്ന ഡാൻസ് സ്കൂളുകളുടെ എണ്ണവും പാരലി വർദ്ധിച്ചു വരികയാണ്. അപ്പം സാറിന് ഇതെപ്പറ്റി ഉള്ള അഭിപ്രായം എന്താണ്? ഇപ്പം 50 കുട്ടികളോ 60 കുട്ടികളോ ഒക്കെയാണ് ഓരോ ക്ലാസ്സുകളിലും പഠിക്കുന്നത്. പിന്നെ ഷിഫ്റ്റ് അനുസരിച്ചും പിന്നെ സമയക്രമം അനുസരിച്ചും ഓരോ മണിക്കൂറിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഓരോ ബാച്ചുകാരുടെ എണ്ണം. അത് മെയിനായിട്ട് ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. കാരണം പഴയ ജനറേഷനിലെ ആളുകളെ സംബന്ധിച്ച് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്നത് പഠിക്കാൻ പോകുമ്പോൾ ഭയങ്കര തെറ്റായ ഒരു കാര്യമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ അതിജീവിച്ച് പഠിച്ചു വന്നിരുന്ന ആളുകളും ഉണ്ട് പഴയതില്. പക്ഷെ അന്ന് സാധാരണ ഒരു വീട്ടിൽ നിന്നൊന്നും കുട്ടികളെ വിടില്ല. കാരണം ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഡാൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഡാൻസുകാരിയാണ് എന്നല്ല പറയാ. അതിന് ഒരു പേര് പറയാം, ആട്ടക്കാരി എന്നാണ് പറയുക. അപ്പോ ആട്ടക്കാരി എന്ന് പറയുന്നതിന് 2 മീനിങ് വരും നാട്ടിൻപുറത്തുകാർക്ക്. അപ്പോ പൊതുവെ വീടുകളിൽ നിന്ന് കുട്ടികളെ വിടാൻ ഇതാണ് അയ്യേ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ ഡാൻസ് പഠിക്കാൻ അയ്യേ എന്ന് പറയും. അപ്പോ അന്ന് അതായിരുന്നത് കൊണ്ട് ആരും വരില്ല, വളരെ കുറവ് ആളുകളുള്ളൂ. അതിനെ മൈൻഡ് ചെയ്യാണ്ട് വരുന്ന കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഡാൻസ് എന്ന് പറയുന്നത് മീഡിയ വഴി ഭയങ്കര പബ്ലിസിറ്റി ഉള്ളതാണ്. കാരണം ഓരോ പ്രോഗ്രാമുകൾക്ക് കുട്ടികൾ കളിക്കുന്നു, വലിയവർ കളിക്കുന്നു, പല വിധത്തിലുള്ള ഡാൻസ് ഡ്രാമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എല്ലാവരും സ്വന്തം എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് പഠിക്കാനായിട്ട് അവർ ചേർന്ന് തുടങ്ങി. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ അമ്മ കുട്ടി അങ്ങനെ ചേരുന്ന കൺസെപ്റ്റിലേക്ക് വന്നു. ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് ക്ലാസ്സില് അമ്മയുണ്ട്, മകളുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്, 4 ജനറേഷൻ ഒരുമിച്ചാണ് വരുന്നത് ക്ലാസ്സില്. അമ്മൂമ്മ തുടങ്ങിയിട്ടുണ്ട് അവരത്രയും പേര്. കാരണം അവര് പണ്ട് ആഗ്രഹിച്ചിരുന്നു, അന്ന് നടന്നില്ല. ഇപ്പൊ പ്രായമുള്ളവർ കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് അന്ന് കാലത്ത് അവരുടെ ചെറുപ്പത്തിലെ പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ പറഞ്ഞ സമൂഹം അനുവദിക്കില്ല. ഈ ഡാൻസ് പഠിക്കാൻ പോണത് ഭയങ്കര തെറ്റ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അവർ വരില്ല. ഇപ്പോ മക്കളുടെ മക്കളായപ്പോ അവർ ഫ്രീ ആയി. പിന്നെ പഠിക്കാൻ പോണതിൽ തെറ്റില്ല, കാലം മാറി എന്നുള്ളത് കൊണ്ട് അവർ വന്ന് ചേരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ ക്ലാസ്സുകൾ. ഈ മേഖലയിൽ സാറിന്റെ ഒരു റോൾ മോഡൽ ആരാണ്? എന്റെ റോൾ മോഡല് ഇതില് കാരണം എൻ്റെ ഗുരുക്കന്മാര് തന്നെയാണ് എനിക്ക് എൻ്റെ റോൾ മോഡൽ. കാരണം എൻ്റെ വാസ്തവ മാഷും ജയശ്രീ ടീച്ചറും ബേബി മാഷും അവരൊക്കെ തന്നെയാണ്. ശിവ മാഷ് ഉണ്ടായിരുന്നു, മാഷ് മരിച്ചു പോയി, എടുത്താണ് മരിച്ചത് ആള്. കാരണം അവര് ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് വളരെ കമ്പനി ആയിട്ട് നിന്നതുകൊണ്ട് എനിക്ക് ആ ഫീൽഡില് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു പേടിയോ അന്നാ ഭയമുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. ഞങ്ങൾ നിൽക്കുന്ന രീതിയിൽ ആ ഭയഭക്തി ബഹുമാനം ഒക്കെ ഉണ്ട്. എന്നാ നല്ല കൂളായിട്ട് എനിക്ക് കളിക്കാനും പറഞ്ഞു തരാനുള്ള രീതിയും ഒക്കെ വളരെ ഇതായതുകൊണ്ട് അവരെ തന്നെ റോൾ മോഡലായിട്ട് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഇത്രയും വർഷത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ മറക്കാനാവാത്ത ഒരു സംഭവം എന്താണ് സ്റ്റേജ് എക്സ്പീരിയൻസിൽ? സ്റ്റേജ് എക്സ്പീരിയൻസ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? അത് ഇപ്പോഴത്തെ ഈ കാലത്തിലില്ല, പഴയ രീതിയേ ഉള്ളൂ. കാരണം സ്കൂൾ സമയത്ത് പഠിച്ചിരുന്നപ്പോൾ ഒരു സമയത്ത് ഇതേപോലെ എൻ്റെ ഫാമിലിയിലും ഈ പറഞ്ഞ കുറെ ക്യാഷുള്ള ടീമൊന്നും അല്ല. അപ്പോൾ ഒരു സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിന് ഇതേപോലെ പക്കമേളമായിരുന്നു, ഓർക്കസ്ട്രയാണ് ഫുള്ള്. അന്ന് CD അല്ല. അപ്പോൾ ആ സമയത്ത്
വീട്ടിൽ ക്യാഷ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അന്ന് ആ പ്രോഗ്രാമിന് പോകണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ മാഷന്മാരും അതുപോലെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരടക്കം പലരും പറഞ്ഞു ഞങ്ങള് ജയറാം വന്നാൽ മതി, കളിക്കണം, കളിക്കാതിരിക്കരുത്. കാരണം ആ സമയം വരെ ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ സ്റ്റേറ്റ് വിന്നറായിരുന്നു. അപ്പോൾ കളിക്കാതിരിക്കരുത്, എങ്ങനെയായാലും വരണം. പക്ഷെ വീട്ടിൽ വേറെ വഴിയൊന്നുമില്ല. ഉച്ച വരെ ആയിട്ടും ഞാൻ പോയിട്ടില്ല. ടീച്ചേഴ്സും ബാക്കി എല്ലാവരോടെ ഉണ്ട്. പിന്നെ എന്നെ വീട്ടിൽ വന്നിട്ട് വിളിച്ച്, കാരണം മേക്കപ്പിന് ഒരു പൈസ വാങ്ങിയില്ല, കാരണം ഇല്ലാന്നറിയാം. പക്കാമേളം വരെ എനിക്ക് ഫ്രീ ആയിട്ട് തന്ന് കളിക്കുക ചെയ്തു തന്നു. അതെനിക്കൊരു മറക്കാനാവാത്ത കാര്യം. കാരണം ഞാൻ എന്താ പറയാ, കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാത്തൊരവസ്ഥ, ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ. പക്ഷെ അവര് അതൊന്നും വേണ്ടാന്ന് വെച്ചാൽ അവർ അത്രയും ആളുകൾ ഒരു സെറ്റ് മൊത്തം എനിക്ക് വേണ്ടി അവര് മാറ്റിവെച്ച് തന്നു. അതെനിക്ക് ഫീസിന്റെ കാര്യത്തിലൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ഫീസിന്റെ കാര്യത്തില് ഇപ്പൊ ഫീസ് ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾ വരെ എൻ്റെ അടുത്തുണ്ട്. കാരണം ചിലവർക്ക് ആഗ്രഹമാണ്, തരാൻ കഴിവുണ്ടാവില്ല. അപ്പോ ഞാൻ പറയും, ഫീസ് ഒട്ടും ഇല്ലാത്തവൻ തരണ്ട, തരാൻ കഴിവുള്ളവൻ അവനാൽ കഴിയുന്നത് തരിക. കാരണം തരാതെ കയ്യിൽ പൈസ ഉള്ളവൻ തരാതെ പഠിക്കുമ്പോൾ അവനതിന് വാല്യൂ ഉണ്ടാവില്ല. കാരണം ഞാൻ കയ്യിൽ പൈസ ഉണ്ട്, എനിക്ക് വെറുതെ പഠിക്കല്ലേ, വേണമെങ്കിൽ പോയാൽ മതി, വേണ്ടെങ്കിൽ പോയാൽ അങ്ങനെയാവും. അപ്പോൾ അതല്ല. പക്ഷെ ചിലവർ ആഗ്രഹം കൊണ്ട് പൈസ ഇല്ലാണ്ടിരിക്കുന്നവരുണ്ട്, അവര് എൻ്റെ അടുത്ത് അല്ലാതെ പഠിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ. പക്ഷെ നമ്മൾ ആരോടും പറയില്ല ഇന്നാള് ഫീസ് തരുന്നില്ല, അങ്ങനെയില്ല. പക്ഷേ ഫീസ് തരുന്നവൻ്റെ വാങ്ങിക്കും. ഞാൻ കൃത്യമായി ഇങ്ങനെ എല്ലാ ആഴ്ചയിലും കണക്ക് പറഞ്ഞ് വാങ്ങിക്കാറൊന്നുമില്ല. കാരണം അവർ കാരണം അവർ തന്നെ പറയും, ഞങ്ങൾ തന്നെ ആരെങ്കിലും എഴുതി വെക്കാൻ മാഷേ എന്ന് പറയും. കാരണം എനിക്കറിയില്ല തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ അങ്ങനെ നോക്കാറില്ല. കൃത്യമായിട്ട് പഠിക്കാൻ വരുന്നവരെ പഠിപ്പിക്കുക, വിടുക, അത് മാത്രമേ. ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലിയിൽ നല്ല സപ്പോർട്ടാണ്, അച്ഛനമ്മയും. കാരണം ചെറുതിലേ മുതൽ ഡാൻസ് ഇതേ മാഷ് വീട്ടിലൊന്ന് പഠിപ്പിക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യിക്കുന്ന വീട്ടിൽ ചേട്ടനും ചേച്ചിയാണ്. അവരായിരുന്നു പ്രാക്ടീസ് ചെയ്യിച്ചത്. ചേച്ചി ഇപ്പോഴുണ്ട്, ചേട്ടൻ മരിച്ചുപോയി. അപ്പോൾ അതായതുകൊണ്ട് അവരന്ന് മുതൽ അവർക്ക് ഇഷ്ടമാണ് ആ കാര്യങ്ങൾ. അപ്പോൾ വൈഫ് വന്നപ്പോഴാണെങ്കിൽ വൈഫിനും ഡാൻസ് ഇഷ്ടമാണ്. അയാൾ കളിക്കില്ല എന്നുള്ളൂ, കൂടെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ്സിലാണെങ്കിലും കുട്ടികളുടെ അടുത്ത് വന്നിരിക്കാൻ അവരായിട്ട് കമ്പനിയാണ്. സാറിന്റെ കുട്ടികൾ ആരെങ്കിലും ഈ ഒരു പാതയിലേക്ക് വന്നിട്ടുണ്ടോ? എനിക്ക് കുട്ടികളായിട്ടില്ല. ഓക്കെ, ശരി. അപ്പം ഇത്രയും നേരം നമുക്കപ്പോൾ ഡാൻസിനെ പറ്റിയും പുതിയ നൃത്ത രീതികളെ പറ്റിയും അതിലുള്ള അപാകതകളെ പറ്റിയൊക്കെ നമ്മളോട് സംബന്ധിച്ചു. ഡോക്ടർ ജയറാം സാറാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. വളരെ നന്ദി സർ, ഇങ്ങനെ കുറച്ചു നേരം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും.